ഞാൻ മനസ്സിലാക്കിയത് ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇരുട്ടത്ത് ഈ രാത്രി പബ്ലിക്കിൽ ഇങ്ങനെ ഇരുന്ന് ഈ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് പറയാം. അത് വലിയൊരു കാരണമാണ്. ഓക്കെ, അതിലോട്ട് വരാം. അതിനു മുമ്പേ നമ്മുടെ ഞായറാഴ്ചത്തെ ലാലേട്ടൻ്റെ വിഷു കൈനീട്ടമായ എപ്പിസോഡ് പൊളിച്ചു എന്നേ ഞാൻ പറയത്തുള്ളൂ. 3 പേർക്ക് നല്ല ഒന്നൊന്നര കൈനീട്ടമാണ് ലാലേട്ടൻ കൊടുത്തത്, ഗബ്രിക്കും ജാസ്മിനും ജാൻമണിക്കും. ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ലാസ്റ്റ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേസ് ചോദിക്കുന്നത്, ജാസ്മിൻ്റെയും ഈ ഗബ്രിയുടെയും കേസും പിന്നെ ഈ പറഞ്ഞ പോലെ ജാൻമണിയുടെ കേസും 3 കാര്യവും ലാലേട്ടൻ ചോദിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രതീക്ഷിച്ചിരുന്നതും ആ സാധനം തന്നെയാണ്. ലാലേട്ടൻ വന്നിട്ട് ഗബ്രി ജാസ്മിൻ കോംബോ ഇതിലൊരു അന്ത്യമുണ്ടാക്കണം, അതെന്താണ് എന്നുള്ള കാര്യം ലാലേട്ടൻ വ്യക്തമായി ചോദിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം ഇവരുടെ റിലേഷൻഷിപ്പ് പുറത്ത് എന്താണെന്ന് ഇവർ ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ അവർ നൽകിയിട്ടില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്നും അവർ പറഞ്ഞത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, എനിക്കതിൽ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ടല്ല. പുറത്തുനിന്ന് എന്തോരം എൻക്വയറി വന്നതിന് ശേഷമാണ് ഇവരിത് ചെയ്ത്, എന്തോരം എൻക്വയറി വന്നിട്ടുണ്ടാവും. ഇവർ ഇത്രയ്ക്കും ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യണമെങ്കിൽ എന്തോരം എൻക്വയറി വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് ബിഗ് ബോസിന് പ്രഷറായി കാണും. എന്താണ് ഇവരുടെ റിലേഷൻ, എന്തുകൊണ്ടാണ് ഇവരിത്, എന്ത് സാധനമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി, ബിഗ് ബോസിന് മനസ്സിലായി കാണൂല, പ്രേക്ഷകർക്ക് മനസ്സിലായില്ല. അതാണ് ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇങ്ങനെ ഒരു കണ്ടന്റ് ഒരു സീസണിൽ എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓർമ്മയിലില്ല എന്റെ ഒരു ഇപ്പോ നമ്മളൊരു ലവ് ട്രാക്ക് ആയാലും അതിനൊരു അന്തസ്സുണ്ട്. അത് ഓപ്പണായിട്ട് പറയണം, ഇഷ്ടമാണെന്ന് ആ ഒരു അന്തസ് കാണിക്കണം. അതെന്തായാലും കാണിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ 1-2 പേര് അടിപൊളിയായിട്ട് അതിനെ ഡിഫൈൻ ചെയ്ത് പറയും. ഇതിപ്പോ ലാലേട്ടൻ വന്നിട്ട് എപ്പിസോഡിൽ ഇവരുടെ ഇതിനെ പറ്റിയിട്ട് ഗബ്രിക്ക് സത്യം പറഞ്ഞ ഇന്നൊന്നും പറയല്ല, അവൻ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്നുണ്ട്, അവനൊന്നും പറയല്ലെന്ന് അവൻ തന്നെ പറഞ്ഞു. പിന്നെ ജാസ്മിൻ എന്തൊക്കെയൊക്കെയോ പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞ ഒന്നും കൺവിൻസ് അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ കണ്ടസ്റ്റന്റുകളുടെ അടുത്തും ഇവരെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല വെടിപ്പായിട്ടാണ് മറുപടി അടിച്ചു കൊടുത്തത്. അതിൽ അൻസിബ പറഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇതായിട്ട് തോന്നി. ഞാൻ എന്തായാലും ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം. അൻസിബ പറഞ്ഞത്, ഗബ്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ജാസ്മിൻ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അൻസിബ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ജാസ്മിൻ തന്നെ ആ ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഈ ഗബ്രിയിലും ജാസ്മിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന്. അപ്പോൾ അൻസിബ ഒറ്റ ചോദ്യം അതിൽ പറഞ്ഞോളൂ, അത് പക്ക പോയിന്റ് ആയിരുന്നു. പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇവിടെ അകത്തൊരു കൺഫ്യൂഷൻ വരേണ്ട. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അങ്ങനെയാണ് പറഞ്ഞത്, ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾ പുറത്ത് കമ്മിറ്റഡ് ആണ്, ഒരു റിലേഷനിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പം അവൾ അകത്ത് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഒരു കുരുപൊട്ടിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗബ്രി ഇവളെടുത്ത് ഐ ലവ് യു പറയുന്നുണ്ട്, അവൻ 2-3 പ്രാവശ്യം വന്നു, ഇവളും തിരിച്ച് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് അവൾ മാറ്റി കൊണയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും കൺവിൻസ് അല്ലെന്ന്. കാരണം ഗബ്രി ഐ ലവ് യു പറഞ്ഞപ്പോഴും ഇവക്ക് വാ തുറന്ന് എന്ത് അണ്ണാക്കി പിരിവെട്ടിയിരിക്കണം, ഇവക്ക് നോ പറയാൻ. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കണേ. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടും അത് ഇപ്പം ഒരു ഫ്രണ്ട്സ് ഐ ലവ് യു എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് കൂളായിട്ട് പറയും ചിലര്, അതല്ല. പക്ഷെ ഇപ്പം ജാസ്മിൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അത് പ്രണയത്തിലോട്ട് പോവാം, പക്ഷെ അവള് പോവാതെ മാക്സിമം പിടിച്ചു നിർത്തും. അവക്ക് അതിനകത്ത് ഒരു ഉറപ്പില്ല അത് പോവോ. ഞാനപ്പോ ഒരു കാര്യം ചോദിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ പുറത്ത് ആ എൻഗേജ്മെന്റ് സെറ്റപ്പ് ആയിരിക്കുന്ന റിലേഷനിലായിരിക്കണം, അവൻ എന്താ ഉണ്ണാക്കനാ? അതാണ് അൻസിബ ചോദിച്ച കാര്യം. പുറത്തവള് കമ്മിറ്റഡ് ആണ്. എന്നിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവക്കെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അകത്ത് വരേണ്ട ഒരു കാര്യമില്ല. അവൾ എന്താണ് ആൾക്കാരെ പൊട്ടന്മാരാക്കണം, നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവന്മാരെല്ലാം ഞാൻ പറഞ്ഞാ കൂടി പോവും. ആ ഒരു കാര്യം അൻസിബെ പക്കയായിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും പക്കാ പോയിന്റ് ആണ് ചോദിച്ചത്. അൻസിബ പക്കാ പോയിന്റ് പറഞ്ഞു. എന്നിട്ട് ഇതിനുശേഷം നമ്മുടെ സീക്രട്ട് പറയാനായി ഒന്ന് കൊടുക്കുക. കഷായം കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലാരിറ്റി ഇല്ലാത്ത, ഡെഫിനിഷൻ ഇല്ലാത്ത ഒരു റിലേഷൻ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞു പോകുമ്പോൾ തന്നെ എനിക്കൊരു മറുപടി വന്നു. എനിക്ക് ഇമോഷണലി ഞാൻ ഡൗൺ ആവുന്ന സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗബ്രിയാണ് എന്നുള്ളത്. അപ്പൊ സീക്രട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് പുറത്ത് ഇപ്പൊ നമ്മള് അവരുടെ റിലേഷനിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല. അവർ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട് അല്ല, റിലേഷനിലാണോ എന്ന് ചോദിച്ചാൽ റിലേഷനിലല്ല, എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ വ്യക്തതയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ജനങ്ങളുടെ മുന്നിൽ, ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. മോഹൻലാൽ നമ്മുടെ ഈ സായി ബ്രോനെ പൊരിച്ച ഒരു ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോഴേ തന്നെ സായി ബ്രോ പറയായിരുന്നു
അവർക്ക് അതിനുള്ളൊരു ഇത് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ജാസ്മിനെ കൊണ്ട് അത് പറ്റുന്നില്ല. ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഗബ്രി അവിടെ മണ്ടനാക്കണമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. അവൻ്റെ അടുത്ത് ഒരു നോ പറഞ്ഞാൽ ചിലപ്പം അവൻ ഒതുങ്ങിപ്പോവും. അവനെ ആ വിടാണ്ട് അവൾ പിടിച്ചു നിർത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് കപ്പും കൊണ്ടുപോകുമ്പോൾ ലാലേട്ടൻ്റെ വലം കയ്യിൽ ഞാൻ ഇടം കയ്യിൽ നീ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആണ് അവള്. കാരണം അവളെന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കപ്പടിക്കുമ്പോൾ, അതായത് ജാസ്മിൻ കപ്പടിക്കുമ്പോൾ ഗബ്രി സൈഡിൽ കാണണമെന്ന്. അപ്പോൾ അവിടെ തന്നെ അവനെ ഉണ്ണാകനാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അവനെ യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ പറയാം. കാരണം എനിക്ക് ആ ഒരു ഗെയിം ഷോ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ആകുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ DJ സിബിൻ പറഞ്ഞത് ഞാനിവിടെ ഒന്ന് കൊടുക്കാം. ഞാൻ മനസ്സിലാക്കിയത് ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണിത്. അതായത് അപ്പൊ ഇവിടെ സിബിൻ പറയുന്ന പക്ക കാര്യമാണ്. നമ്മളെ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ടീമുകളും കൂടി കാണിക്കുന്നത്. സിബിൻ പച്ചയ്ക്ക് അവൻ വിളിച്ചു പറഞ്ഞു അവര് തമ്മിലുള്ള ഒരു പ്ലേ ആക്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ മാത്രം അതിൽ കുറ്റം പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്താലേ ആ ഒരു കാര്യം മുൻപോട്ട് പോകും. അതുകൊണ്ട് രണ്ടുപേരും ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണോണ്ടാണ് ആളുകളെ പൊട്ടന്മാരാക്കണമെന്ന് സിബിൻ നമ്മളെ ജനങ്ങൾ വടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ രണ്ട് കോമ്പോളും കൂടി. അവൻ പറഞ്ഞ അങ്ങനെയല്ല, ആളുകളെ മാത്രമല്ല ഹൗസിലുള്ളവരെയും കൂടെ അവർ പൊട്ടന്മാരാക്കണം എന്നാണ് അവൻ പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് സത്യം അവൻ കറക്റ്റായിട്ട് അവൻ അവൻ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് കിടിലായിട്ട് പറയും. പിന്നെ ഇന്ന് അവന്റെ ഒരു ജ്യോതിഷത്തിന്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിലും അവൻ എല്ലാത്തിനും അടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന രീതിയിൽ ഒരു രക്ഷയില്ല അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ. അതില് പക്ഷേ ഗബ്രിയും ജാസ്മിനെ പറ്റി അവർ പറഞ്ഞില്ല. എനിക്ക് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. അവൻ വിട്ടതായിരിക്കും, വെറുതെ വിട്ടതായിരിക്കും. ഇത്ര ഊക്ക് വാങ്ങി കൂട്ടി ഡൗൺ ആയി. അപ്പൊ പിന്നെ കൂടുതലായിട്ട് ഇനി പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അത് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ പറഞ്ഞതിലെല്ലാത്തിലും പോയിന്റ് ആണ്. പിന്നെ വേറൊരു കേസ് ജാസ്മിൻ പറയുന്നില്ല അവള് ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയിരിക്കണമെന്ന്. ഇങ്ങനെ ഡൗൺ ആവേണ്ട കാര്യം എന്താണ്? അവൾ ഇങ്ങനെ ഒരെണ്ണം വരുത്തി വെച്ചതല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഡൗൺ ആവേണ്ട കാര്യമുണ്ടോ? അവക്ക് അത് ഒരു കാര്യത്തിൽ കറക്റ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഒരുപാട് പ്രാവശ്യം ഈ നോറേനെ മെന്റലി ഡൗൺ ആണെന്ന് പറഞ്ഞ് നോമിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോറ കരയുന്നതിനെ അവള് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മാനസിക അവസ്ഥ അവള് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേ ഒരു അവസ്ഥയിൽ ഇപ്പം ഇവള് ജാസ്മിൻ വന്നിരിക്കുകയാണ്. അതുപോലെ അതിന്റെ ഇരട്ടി അവസ്ഥ അതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഓരോ പ്രശ്നങ്ങൾക്കാണ്. ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല, ചെറിയ തുമ്മി നിന്തർച്ചെന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ അല്ല. അതെ, അതിലും വലിയൊരു ഇഷ്യൂലാണ് ഇവൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്നലെ ഞാൻ എന്നാലും എടുത്തു പറയും, ഇന്നലെ കൺസെഷൻ റൂമിൽ അവൾ കരഞ്ഞത് ഒരിക്കലും ജെന്യൂൻ കരച്ചില്ല. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതാ. പിന്നെ ഈ പറയുന്ന പോലെ എപ്പിസോഡിൽ അടുത്ത് വേറൊരു സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ജാസ്മിനെ കുറിച്ച് ആരും എനിക്ക് നല്ലത് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. അതില് ആ റഷ്മിൻ ബായ് എന്തോ മാത്രം അങ്ങും തൊടാതെ എന്താ പറഞ്ഞത് പുതിയൊരു കഥ. അത് എന്താണെന്ന് അറിഞ്ഞൂടാ. മറ്റേ ജാൻമണിയും മറ്റേ പൂജ അവരൊക്കെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന റസ്മിന്റെ കേസ്. ഗബ്രി ജാസ്മിനെ മാത്രമല്ല റസ്മിനെയും കൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഒരു കാര്യം സീരിയസ്ലി അവൻ എന്തോ ഈ പുറത്ത് പെൺകുട്ടികളാണ് ഫ്രണ്ട്സ് കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു സാധനം അവൻ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. അവന്റെ ആ ഒരു ഇത് അവൻ സംസാരത്തിലൂടെ അല്ല, ഫിസിക്കലി ആണ് അവൻ തീർക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് ഉമ്മ വെച്ചും തൊട്ടും തടവിയൊക്കെ അതൊന്നും പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു കേസൊന്നും അല്ല കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആവാം, എല്ലാം കറക്റ്റാണ്. N80s അമ്മാവനൊന്നും പറയില്ല. പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അമിതമായ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ എല്ലാത്തിലും അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു വേലി മിറ്റുണ്ട്. അത് ശരിയാ. പിന്നെ പണ്ടത്തെ കാലം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് നിനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അത്രേ ചോദിക്കാവുള്ളൂ. പക്ഷെ എനിക്ക് ഇതില് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഒരു ക്ലാരിറ്റി തരണം. എനിക്ക് ഉമ്മ വെക്കുന്നതിനോ കെട്ടിപ്പിടിക്കുന്നതിനോ എനിക്ക് ഒരു കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും. അത് പക്ഷെ അത് തുറന്നങ്ങ് സമ്മതിക്കണം. ഇതിപ്പോ ആദ്യം വെളുപ്പിന് വന്നിരുന്നിട്ട് എല്ലാരും കാണുന്ന സമയത്ത് വന്നിരുന്നിട്ട് അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാരും തർക്കിക്കുമ്പോ ഫ്രണ്ട്സാണ് അതാണ് ഇതെന്ന് പറഞ്ഞിട്ട് രാത്രി ലൈവിൽ പോകുമ്പോ അത് ഫുൾ ഉൾട്ടയാവാണ്. തിരിച്ച് വിപരീതമായിട്ടാണ് അവർ ചെയ്യണത്. സത്യം പറയണത്, സംസാരിക്കുന്നത് എല്ലാം അതുപോലെയാണ്. എന്നിട്ട് ഗബ്രി തന്നെ പറയണേ എനിക്കിത് അറിയത്തില്ല, എന്ത് ഫീലിംഗ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ അതിൽ വലുതെന്തോങ്കിലും ആണോ അത് കറക്റ്റായിട്ട് അവനും മനസ്സിലാവുന്നില്ല. അവളും പറയാറുണ്ട് ചില സമയത്ത്, അവളും പറയാറില്ലെന്നല്ല, അവളും പറയാറുണ്ട്. ഇതിനൊരു ക്ലാരിറ്റി അവർ തന്നാ മതിയായിരുന്നു. എപ്പോഴേ ഇത് ഒറ്റ ദിവസത്തിൽ തീരാവുന്ന ഒരു പ്രശ്നമേ. ഒറ്റ ദിവസത്തില് ജസ്റ്റ് അവളൊരു ക്യാമറ ലാലേട്ടൻ വന്ന് ചോദിച്ചിട്ട് പോലും അവള് ജെന്യൂനായ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ഒരു എന്ത് പറയാ, ഒരു 5 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് രണ്ടുപേരും കൂടെ നിന്ന് പറഞ്ഞു തീർക്കുക, അതിന്റെ ആവശ്യമുള്ളൂ. അതിനൊരു ക്ലാരിറ്റി പോലും ജനങ്ങൾക്ക് കൊടുക്കാതെ ഇവൾ എന്ത്
തേങ്ങയാണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞു, എന്ത് കോക്കനട്ടാണ് അവിടെ കിടന്ന് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇന്ന് കൂടി ലാലേട്ടൻ ചോദിച്ചിട്ട് അവൾക്ക് തക്കതായ ഒരു ഉത്തരവില്ല അവൾക്ക്, മനസ്സിലായ? അവക്കുമില്ല അവനുമില്ല, അവനൊന്നും പറയാനില്ലെന്ന് അവൻ പറയണത്. എന്ത് കഷ്ടോടെ. എനിക്ക് തോന്നുന്നു അവൻ ടോട്ടലി അങ്ങ് ഡൗൺ ആയി. അവൻ ഡൗൺ ആയത് കൊണ്ടാണ് അവൻ ജാസ്മിൻ വിചാരിച്ച് ഗബ്രി എന്തെങ്കിലും എഴുന്നേറ്റ് എന്ന് പറയുന്നു. പക്ഷെ ഗബ്രി അങ്ങ് ടോട്ടലി ഇതായി ബ്രോക്കണായി. ഞാൻ പറഞ്ഞില്ലേ, ജാസ്മിൻ പിന്നും പിടിച്ചു ഏറ്റവും കൂടുതൽ അവിടെ മെന്റലി ഡൗൺ ആവുമെങ്കിൽ അത് ഗബ്രി ആവും. അവൻ പിന്നെ ഒരു മരവാഴയുണ്ട്, നമുക്കത് അവൻ്റെ അത് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അത് പോട്ടെ. പിന്നെ അടുത്ത് വന്ന ജാൻമണിയുടെ കേസിലാണ് ഞാൻ പറയാലോ. ഇപ്പോഴും ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇത്രയും കണ്ടസ്റ്റന്റുകൾ ഇത്രയും സീസണുകളിൽ വന്നതിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത് വന്നതിൽ ഏറ്റവും തേർഡ് റൈറ്റ് പരിപാടി കാണിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് ജാൻമണിയെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇമാതിരി ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വളരെ മോശമാണ്, വളരെ മോശം. കഴിഞ്ഞ സീസണിലൊക്കെ വന്ന നാദറൊക്കെ എന്ത് മുട്ടായി ആയിരുന്നു. നല്ലൊരു മനസ്സായിരുന്നു. കമ്പയർ ചെയ്യാൻ പറ്റൂല, ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇവര് എന്തോ ഞാനെന്ന ഭാവം, അഹങ്കാരം, ഉങ്ക്, ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അടിപൊളിയായിട്ട് ഗെയിം ചേഞ്ച് ചെയ്യുകയും ചെയ്യും, കളിക്കുകയും ചെയ്ത് അവള് അവസാനം വരെ നിൽക്കുകയും ചെയ്തു. അവർക്ക് നല്ല റിലേഷൻഷിപ്പ്, അടിപൊളി, എല്ലാവരുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. അതെ. പക്ഷെ ഇവിടെ ജാൻമണിയുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല എനിക്ക് ഫോം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. പിന്നെ സിഗരറ്റിന്റെ കേസൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിർത്തലാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഇരുന്ന് കാണുന്ന ഷോയിൽ ഈ പറയുന്ന പോലെ സിഗരറ്റൊക്കെ വലിക്കാൻ കൊടുക്കുന്നത്, അത് ഒന്ന് കാണിക്കുന്നതും എനിക്ക് പേഴ്സണലായിട്ട് നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം ഇൻസ്പയർ ആവും കുട്ടികളടക്കം. അതിലും ഈ മറ്റവന് സൂര്യ നമസ്കാരം, അവന് സിഗരറ്റ് വെച്ചിട്ട് അവൻ ബോഡി ബിൽഡർ, അവന് തലയ്ക്കകത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവനുള്ള ബോധമല്ല. മറ്റേ അവൻ വീട്ടിൽ തിരി കത്തിച്ച് ഒരു സൂര്യ നമസ്കാരം ചെയ്യും. അതുകൊണ്ട് ഇവിടെ തിരി കിട്ടാത്ത സിഗരറ്റ് എടുത്ത് കത്തിച്ചാൽ വീട്ടിൽ എന്തോ കാണിക്കട്ടെ. അവൻ പറഞ്ഞ കേട്ടില്ലേ, വീട്ടിൽ അവൻ തിരി കത്തിച്ചാണ് സൂര്യ നമസ്കാരം, ഇവിടെ തിരി കിട്ടാത്തതുകൊണ്ട് സിഗരറ്റ് കത്തിച്ചാണ്. കോമൺ സെൻസ് വെച്ച് ആലോചിക്കാല്ല, എത്ര പേര് കാണണം. ഞാൻ സത്യം സീരിയസ്ലി ചോദിക്കുന്നത്, തലയ്ക്കകത്ത് ആൾ താമസമില്ലാത്ത കുറെ എണ്ണത്തിനാണ് ഇപ്രാവശ്യം ഷോയിൽ എടുത്തതെന്നാണ് എനിക്കൊരു ഡൗട്ട്. അതിന്റെ ഇടയിൽ കൂടെ എവിക്ഷൻ എന്ന് പറഞ്ഞ് രണ്ടുപേരെ പുറത്താക്കുമെന്ന് ജാൻമണിയും ശരണ്യം വന്ന്. എനിക്കത് പക്ഷെ അത് കണ്ടപ്പോഴേ ഉറപ്പായിരുന്നു അളിയാ, ഇത് ഈ വിഷു ആയതിന്റെ ചെറിയൊരു ഇത് പരിഗണന കിട്ടും, പ്രാങ്ക് പോലെ ആയിരിക്കും. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു, രണ്ട് ശല്യമെങ്കിലും തീർന്നല്ലോ, പോട്ട് എന്ന് വിചാരിച്ച് വീണ്ടും പിടിച്ച് തിരിച്ചു കയറ്റി. തീർന്ന്. ഞാൻ വേറൊരു കാര്യം സീരിയസ്ലി ഞാൻ ചോദിക്കാം, ഈ എവിക്റ്റായി പുറത്ത് പോകുമ്പോ ബാക്കിയുള്ളവർ കരയണ എന്തിന്റെ? എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എല്ലാരും ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കുറഞ്ഞ അത്രയും നല്ലതാ, വിന്നറാവാൻ വേണ്ടി ഒരാള് കുറഞ്ഞ അത്രയും നല്ലതാ. അപ്പോഴ് ഇവര് നിക്ക നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ വിന്നറാവാൻ ആർക്കും പറ്റത്തില്ല. ഒരാൾ പോയി കഴിഞ്ഞാൽ ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം, അതാണ് ഈ ഗെയിം. പിന്നെ അല്ലാണ്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ഓക്കെ പോയി, അവരുടെ ഗെയിം മോശമായി, അവരുടെ പ്രേക്ഷകർക്ക് വലിയ താല്പര്യമല്ല, അവരവിടെ നിൽക്കുന്നവര് താല്പര്യമല്ല. അതുകൊണ്ടാണ് അവരെ എവിക്റ്റ് ആക്കിയതും ബാക്കി അവിടെ നിൽക്കുന്നവരെ ഇന്നാക്കി വീണ്ടും അവിടെ ഗെയിം ചെയ്യാൻ വീണ്ടും നിർത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാത്തയാണോ ആക്ട് ആണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ അതല്ല മനസ്സിലാക്കണം. ഞാൻ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പുറത്തു പോകുമ്പോ ബാക്കിയുള്ള എല്ലാവർക്കും കരച്ചില്, ഇതെന്തുവാടെ ഇത്? പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഒരാൾ പുറത്താകുമ്പോ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സന്തോഷിക്കേണ്ട ആവശ്യമില്ല. ശരി, വെളിയിൽ വെച്ച് കാണാം, ഇത് മതി, വെളിയിൽ വെച്ച് നമുക്ക് കാണാം, ഈ സാധനം അടിച്ചു വിട്ടാൽ മതി. പിന്നെ എല്ലാവരും വീടുകളിലൊന്നും വിഷു ആശംസകൾ നൽകി. എനിക്ക് ഏറ്റവും ചിരി വന്നത് നമ്മുടെ സായിയുടെയാണ്, സീക്രട്ട് ഏജന്റാണ്. ഓ ശരി, കണ്ടതിൽ സന്തോഷം. ഇതുവരെ ഇങ്ങനത്തെ ആചാരങ്ങളൊന്നും ഇല്ലെന്ന് തോന്നാണ് അവന്റെ ഇത് എവിടെ നിൽക്കുന്നു പെട്ടെന്ന്. എല്ലാവരും കരയണ്, ഇമോഷണലി ഒരുമാതിരിയൊക്കെ ആകുന്നു. അവന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാണ്ട. എന്നിട്ട് കണ്ടതില് സന്തോഷം, പൊളി സാധനമായിരുന്നു കേട്ടോ അത്. എന്നിട്ട് പിന്നെ ബാക്കി എപ്പിസോഡ് പാട്ട്, ഡാൻസ്, കൂത്തുകളായിട്ടൊക്കെ തീർന്നു. ഞാൻ ഇപ്പോഴും പറയാം, ജാസ്മിന്റെ കാര്യത്തിൽ ഞാൻ ക്ലാരിഫൈഡ് അല്ല. അവർ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഉത്തരം തന്നാൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ എത്ര പേർക്ക് അത് ക്ലാരിഫൈ ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറ, അവർ ഫ്രണ്ട്സാണ് ലവറാണ്, എനിക്കും അറിഞ്ഞൂടാ. പിന്നെ പുറത്ത് ജാസ്മിന് പറയുന്ന പോലെ റിലേഷൻഷിപ്പ് ഉണ്ട്, അഫ്സല് ഒന്നും അവളും എത്തും പിടിയില്ലാതെ നിൽക്കണം. അവന്റെ കാര്യം ഗോവിന്ദ അടിച്ച് കഞ്ഞിയും പാത്രമായിട്ട് അവനും നിൽക്കുന്നുണ്ട്. ജാസ്മിൻ ഇപ്പം പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയല്ലേ, ഇപ്പൊ ഒരു
ഒരു ഫ്രണ്ട്സ് ആണ് പക്ഷെ അതൊരു പ്രേമത്തിലോട്ട് പോവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലപ്പം പോവാതെ ഇരിക്കും. പക്ഷെ അത് പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. എന്നാൽ അതിന് പോകാനും ചാൻസ് ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ചാൻസ് ഉണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഒരു ക്ലാരിറ്റി, ഒന്നീ പോകരുത് അല്ലെങ്കിൽ അത് പോകത്തില്ല. കാരണം പുറത്തെ ഒരുത്തായിരിക്കും അവൻ പോകാനായി പോകും, വെറും പോകാനായി പോകും. അഫ്സല് പറഞ്ഞാൽ മതി, ഒന്നീ നമ്മൾ റിലേഷനിലാവും. ഇവിടെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല, പക്ഷെ പുറത്തിറങ്ങിയ ചിലപ്പോൾ നമ്മൾ റിലേഷനിലാവും, ചിലപ്പോൾ അതൊരു മാരേജ് അങ്ങനത്തെ ഒരു രീതിയിൽ പോകും. അല്ലെങ്കിൽ ഇവിടെ വെച്ചാൽ പറയാ ഞങ്ങള് റിലേഷനിലാവത്തില്ല, ഈ ഒരു റിലേഷൻ ഇങ്ങനെ പോകത്തില്ല, ആവത്തുമില്ല ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ ചില ആൾക്കാർ എനിക്കെന്തുവാടെ ജാസ്മിന്റെ റിലേഷനിൽ ഇത്രേ ക്യൂരിയോസിറ്റി ഉണ്ട്. എനിക്കൊന്നുമില്ല, യെസ് ഓർ നോ, അത് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യണം. കാരണം നമ്മൾ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഷോയാണ്, നമുക്കത് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. ഒരുപാട് പേർക്ക് ആ ഒരു ഇത് കാണും, അല്ല അറിയാൻ വേണ്ടി. ഒരുപാട് പേർക്കെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു ക്ലാരിറ്റി. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് ലാലേട്ടൻ വന്ന് ഇന്ന് അങ്ങനെ ചോദിക്കേണ്ട ഒരു ഇട വന്നത്, അല്ലെങ്കിൽ ചോദിക്കുമായിരുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇട്ടുപോയ ഒരു കാര്യമുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇരുട്ടത്ത് ഇവിടെ വന്നിരുന്ന് ഇപ്പൊ ഈ ലൈറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യണമെന്ന്. വേറെ ഒന്നുമല്ല, ഒരു നിവൃത്തിയില്ലാതായിപ്പോ വീട്ടിലെ ഫീസ് അല്ല പോസ്റ്റിലെ ഫീസ് പോയി. അങ്ങനെയാണ് ഞാൻ ഈ ഗതിയിലെത്തിയത്. ഈ സമയത്ത് നിന്റെ വീട്ടിലെ ഫീസ് എന്റെ വീട്ടിലെ പോസ്റ്റിലെ ഫീസ് മാത്രമേ പോയുള്ളൂ, ബാക്കി ഏരിയ മൊത്തം കറണ്ട്, വീട്ടിൽ തൊട്ടടുത്ത വീടുകളെല്ലാം കറണ്ട്. എന്റെ വീട്ടിലെ പോസ്റ്റിലെ ഫീസ് മാത്രം പോയി. അവസ്ഥ അല്ല, എന്താ പറയാ. ഇതുകൊണ്ടാണ് ഗൈസ്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.